സ്വാമിയേ മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കവേ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. തിരക്ക് ഏറിയതോടെ മണിക്കൂറുകളോളം ക്യൂവിൽ നിന്നാണ് തീർത്ഥാടകർ ദർശനം കഴിഞ്ഞ് മടങ്ങുന്നത്. വരും ദിവസങ്ങളിലും തിരക്ക് കൂടുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡും. സന്നിധാനത്ത് നിന്നുള്ള വിശേഷങ്ങളുമായി അജയ് നാഥാണ് ചേരുന്നത്. നമുക്കൊപ്പം അജയ്, ഇന്നും വലിയൊരു തിരക്ക് തന്നെ സന്നിധാനത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് രാവിലെ അവിടെ നിന്നും പങ്കുവയ്ക്കാൻ കഴിയുന്ന വിശേഷങ്ങൾ? ശ്രീകാർത്തിക, ഇന്ന് പുലർച്ചെ 3-ന് നട തുറന്നതിന് ശേഷം ഈ 6 മണി വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ 23,309 തീർത്ഥാടകർ ഇപ്പോൾ നിലവിൽ പമ്പ വഴി പാസ് ചെയ്ത് സന്നിധാനത്ത് എത്തുന്ന സാഹചര്യമുണ്ട്. ഇവർ ദർശനത്തിനായി ക്യൂ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സ്പോട്ട് ബുക്കിങ്ങിൽ വലിയ വർധനവുണ്ടാകുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകാനുള്ള ഏറ്റവും പ്രധാന കാരണം. മുൻപ് 10,000 ഭക്തജനങ്ങളായിരുന്നു സ്പോട്ട് ബുക്ക് ചെയ്ത് സന്നിധാനത്ത് എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 19,000-ലേക്ക് കടന്നിരിക്കുന്നു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലാണ് വലിയൊരു ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. 90,000-ന് മുകളിലാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കുള്ളിൽ സന്നിധാനത്ത് തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുന്ന ഭക്തജനങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ 90,000-ന് മുകളിലേക്ക് കടന്നിരിക്കുന്നു. 93 എന്ന ഒരു വലിയ സംഖ്യയിലേക്ക് ഭക്തജനങ്ങളുടെ എണ്ണം എത്തുന്നു. വരും ദിവസങ്ങളിൽ അതൊരു 1,00,000-ലേക്ക് ഉൾപ്പെടെ കടക്കുമെന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ദേവസ്വം ബോർഡുള്ളത്. അതിനാൽ തന്നെ ഈ ഒരു വലിയ ഭക്തജന തിരക്ക് ഈ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ വലിയ നടപ്പന്തൽ ഉൾപ്പെടെ ഫ്ലൈ ഓവറിൽ ഉൾപ്പെടെ മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോൾ പോലും മുഴുവൻ ഭക്തജനങ്ങൾക്കും സുഗമമായ രീതിയിലുള്ള, അതായത് കൃത്യമായി ദർശനം കഴിഞ്ഞ് മടങ്ങുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മറ്റൊന്ന്, കൃത്യമായ സേവനങ്ങളെല്ലാം ഉള്ളപ്പോൾ തന്നെ ചില ദാരുണമായ സംഭവങ്ങളും അരങ്ങേറുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇന്ന് പുലർച്ചെയും ഒരു മരണം സംഭവിച്ചിരുന്നു. കൃത്യമായി സന്നിധാനത്തേക്ക് എത്തുന്ന വഴിയിൽ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. തിരുവനന്തപുരം സ്വദേശിയാണ് മരിച്ചത്. അത്തരത്തിൽ വേദനിപ്പിക്കുന്ന കഥകളും വേദനിപ്പിക്കുന്ന സംഭവങ്ങളും സന്നിധാനത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോഴും വലിയ തിരക്ക് സന്നിധാനത്ത് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിലും കൂടുതൽ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദേവസ്വം ബോർഡുള്ളത്. മകരവിളക്ക്, മണ്ഡലപൂജ ഉൾപ്പെടെ അതിൻ്റെ ക്രമീകരണം ഉൾപ്പെടെയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിലും വലിയ ഒരു തിരക്ക് സന്നിധാനത്ത് ഉണ്ടാകും. അപ്പോൾ പോലും അതിനെ ക്രമീകരിക്കുവാനുള്ള കൃത്യമായ ഇടപെടൽ പോലീസ് സേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇന്നലെ നടയടക്കുന്ന സമയത്ത് കൃത്യമായി ശരി അജയ്, വ്യക്തമാണ് വലിയൊരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു തിരക്കിനിടയിൽ കഴിഞ്ഞ ദിവസം മുതൽ ഈ കാനനപാത വഴി എത്തുന്നവർക്ക് പ്രത്യേക പാസ് സൗകര്യം അടക്കം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ദർശനം അനുവദിച്ചിട്ടുണ്ടല്ലോ. അവർക്ക് പ്രത്യേക ക്യൂ അടക്കം ക്രമീകരിച്ചിട്ടുണ്ട്. ആ രീതിയിൽ എത്തുന്നവർക്ക് ഇപ്പോൾ ദർശനം നടത്താൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? അത് ആ പാസ് സമ്പ്രദായം കൃത്യമായി തന്നെ നടക്കുന്നുണ്ടോ? തീർച്ചയായും ശ്രീകാർത്തിക, മറ്റൊരു പ്രധാന കാര്യം ഈ മണ്ഡലകാലത്തെ വ്യത്യസ്തമാക്കുന്നത് അതുകൂടിയാണ്. കാനനപാത വഴി, പരമ്പരാഗത കാനനപാത വഴി എത്തുന്ന ഭക്തജനങ്ങൾക്ക് കൃത്യമായി ക്യൂ നിൽക്കാതെ, വലിയ നടപ്പന്തൽ ഉൾപ്പെടെ ക്യൂ നിൽക്കാതെ ദർശനം സാധ്യമാകുന്നു എന്നുള്ളതാണ്. അത് ഇന്നലെയായിരുന്നു ഒരു ഉദ്ഘാടനം. സന്നിധാനം ADM ആണ് അതിന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അതിനുശേഷം ആദ്യ ബാച്ച് ഇന്നലെ ദർശനം നടത്തുന്ന സാഹചര്യമുണ്ടായി. തീർച്ചയായും കാനനപാത വഴി പരമ്പരാഗത കാനനപാത വഴി നടന്ന് വരുന്ന ഭക്തജനങ്ങൾ അവർ മണിക്കൂറോളം മുൻപ് സൂചിപ്പിച്ചുള്ള തന്നെ നടപ്പന്തലിൽ ഉൾപ്പെടെ ക്യൂ നിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അതിനാണ് മാറ്റം വന്നിരിക്കുന്നത്. അവർക്ക് നേരിട്ട് ഈ പാസ് കാണിക്കുന്ന പക്ഷം അവരെ നേരിട്ട് കടത്തിവിടുന്ന സാഹചര്യം ഉണ്ടാകും. തീർച്ചയായും ഈ കാൽനടയായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ് ഇത്തരത്തിലേക്ക് ദേവസ്വം ബോർഡിൻ്റെ പുതിയ ഒരു തീരുമാനത്തിലൂടെ ലഭിക്കേണ്ടത്. എന്തായാലും അതിനാൽ തന്നെ ഈ കാൽനടയായി എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിലും വലിയ വർധനവ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ദേവസ്വം ബോർഡുള്ളത്. എന്തായാലും അവരെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീകാർത്തിക, ശരി, വ്യക്തമാണ് അജയ്. ഏതായാലും വലിയൊരു ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനുഭവപ്പെടുന്നത്. ഇന്നും ആ രീതിയിൽ തന്നെയാണ് സന്നിധാനത്ത് തിരക്ക്. എന്നാലും വരുന്ന ഭക്തർക്കെല്ലാം കൃത്യമായി ദർശനം നടത്താനുള്ള ഒരു സൗകര്യം ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. സന്നിധാനത്ത് നിന്നും അജയ് നാഥാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.